തിരുവനന്തപുരം നെടുമങ്ങാട് സിലിണ്ടർ പൊട്ടിത്തെറിച്ച ഒരു മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ പലപ്പോഴും സംഭവിക്കുന്നത് അശ്രദ്ധയാണ്. ഇന്ന് ഗ്യാസ് ഉപയോഗിക്കാത്ത വീടുകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. അതിൽ തന്നെ കേരളത്തിൽ ഗ്യാസ് അടുപ്പുകളും സിലിണ്ടറുകളും ഉപയോഗിക്കാത്ത വീടുകൾ ഇല്ലെന്ന് തന്നെ പറയാം. നിത്യോപയോഗ സാധനമെന്ന നിലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണെങ്കിലും ഇവ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ വളരെ വലുതാണ്. ചെറിയൊരു അശ്രദ്ധ സംഭവിച്ചാൽ ജീവനും സ്വത്തിനും പോലും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയേക്കും. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഗ്യാസ് സിലിണ്ടറുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ അധികമാർക്കും ഇക്കാര്യം അറിയില്ല. സിലിണ്ടറുകളുടെ മുകളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന കോഡാണ് എക്സ്പയറി ഡേറ്റ്. ഇത് കുറ്റിയിലുള്ള ഗ്യാസിനല്ല, മറിച്ച് സിലിണ്ടറിനുള്ള തീയതിയാണ്. ഉദാഹരണത്തിന് D13 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കരുതുക. ഇതിലെ 30 എന്ന അക്കം 2030 എന്ന വർഷത്തെ സൂചിപ്പിക്കുന്നു. D എന്നത് വർഷത്തിലെ 4ാം ക്വാർട്ടറിനെ സൂചിപ്പിക്കുന്നു. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് ഈ പാദത്തിൽ വരുന്നത്. അപ്പോൾ D13 എന്നാൽ 2030 ഒക്ടോബർ ഡിസംബർ വരെയാണ് എക്സ്പയറി ഡേറ്റ്. A ജനുവരി മുതൽ മാർച്ച് മാസം വരെ, B ഏപ്രിൽ മുതൽ ജൂൺ വരെ, C ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്യാസ് സിലിണ്ടറിന് മാത്രമല്ല, അതിൽ ബന്ധിപ്പിക്കുന്ന ഹോസിനും കാലാവധിയുണ്ട്. ഹോസിലെ പ്രത്യേകം രേഖപ്പെടുത്തിയ അക്കങ്ങളിൽ നിന്ന് അതും മനസ്സിലാക്കാൻ സാധിക്കും. വിവിധ കമ്പനികൾ അനുവദിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ വഴി വാട്സപ്പിലൂടെയും ഗ്യാസ് ബുക്ക് ചെയ്യാൻ സംവിധാനമുണ്ടെങ്കിലും അധികമാരും ഈ സംവിധാനം ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ ഒരിക്കലും ചെരിച്ച് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. നിങ്ങൾ ഗ്യാസ് വാങ്ങുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം.